ബിഗ് ബോസ് ഷോ ഒരു ഷോ ഉണ്ട്. ഈ ഷോയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവര് ഒരു സർട്ടൺ ടൈം കഴിയുമ്പോൾ ഇവർ ഇന്റീരിയർ ചേഞ്ച് ചെയ്യും. കാരണം അവരുടെ കോണ്ടന്റ് എന്താ, ഇവര് തമ്മിലുള്ള കോൺഫ്ലിക്ട്. കണ്ണടച്ച് ഫയറാണെങ്കിലും തീയാണെങ്കിലും ഒന്ന് ഓക്കെ, ഇവര് കുറെ കഴിയുമ്പോ നമ്മൾ കാണുന്നത് വാള് പരിചയ, തോക്ക്, പീരങ്കി, ഇത് എൻറ്റയർലി ഇത് മാത്രം വെച്ച് ഇവർക്ക് ഡെക്കറേറ്റ് ചെയ്യും. ഫുങ്ഷ എന്താന്ന് ആളുകൾക്ക് അറിയില്ല. എന്താ അറിയാ ഫുങ്ഷ എന്ന് പറഞ്ഞ എല്ലാവരും വിചാരം ലോഫിംഗ് ബുദ്ധയാണെന്ന്. ഞാൻ രാവിലെ അങ്ങോട്ട് സംസാരിച്ചപ്പോ ഞാൻ ആ രണ്ട് വാക്ക് എനിക്കറിയാം. ആളുകളുടെ ഏറ്റവും വലിയ പ്രോബ്ലം മണി റിലേറ്റഡ് ആണെന്നുള്ള ധാരണയുണ്ട്. കാരണം നമ്മൾ കണ്ടിരിക്കുന്ന ഫുങ്ഷ പ്രോഡക്ട്സ് എല്ലാം തന്നെ മണി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് അല്ലേ. മറ്റേ കുബേരനുണ്ട്, കുബേരന്റെ വയറ് തടവിയ കുറെ പൈസ കിട്ടും. അതുപോലെ കോയിൻസ് ഉണ്ട്, കോയിൻസ് വെച്ച കാശ് കിട്ടും. ഒരു ചൈനീസ് വാസ്തുശാസ്ത്ര രീതിയായ ഫെങ്ഷായിയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് ഇന്നത്തെ ലോകത്ത്? നമസ്കാരം, അബാക് മീഡിയയിൽ ഇന്ന് പുതിയൊരു അതിഥിയാണ് കൃഷ്ണകുമാർ. കൃഷ്ണകുമാരേട്ടൻ ഒരു ഫെങ്ഷായ് വിദഗ്ധനാണ്. മറ്റ് ഒട്ടനവധി കാര്യങ്ങൾ ഇൻഫോർമേറ്റീവായി പ്രേക്ഷകരുമായി പങ്കുവെക്കാറുണ്ട്. കൃഷ്ണകുമാരേട്ട നമസ്കാരം. നമസ്കാരം. ഈ ഫെങ്ഷായുമായി ബന്ധപ്പെട്ട് നമ്മൾ അധികം വീഡിയോകൾ ബാക്ക് മീഡിയയിൽ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു വീഡിയോ മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായി ഈ ഫെങ്ഷോയെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളും നല്ല ധാരണകളും സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവുകളില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് ചോദ്യങ്ങൾ അങ്ങയോട് ബാക്കിയുണ്ട്. നോക്കൂ, നമ്മുടെ ഭാരതത്തിൽ ഒരു വലിയ വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞ് ഒരു വലിയ ശാസ്ത്രം തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിൽ തന്നെ ഭാരതീയ വാസ്തുശാസ്ത്രവും കേരളീയ വാസ്തുശാസ്ത്രവും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഒരു ചൈനീസ് വാസ്തുശാസ്ത്ര രീതിയായ ഫെങ്ഷായുടെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് ഇന്നത്തെ ലോകത്തുള്ളത്? നല്ല ചോദ്യം ഇത്. അതായത് ഇത് പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്നൊരു ചോദ്യമാണത്. ഇത് ഈ ചൈനീസ് വാസ്തുശാസ്ത്രം എന്ന് പറയുമ്പോൾ ഇവിടെ ഏൽക്കുമോ എന്ന് വരെ ചോദിക്കാറുള്ള ആളുകൾ. നമ്മുടെ നാട്ടിലത് ഫലിക്കുമോ, മറ്റു രാജ്യങ്ങളിൽ ഫലിക്കുമോ എന്നൊക്കെ ചോദിക്കേണ്ടായിരുന്നു. ഈവൺ ഇത് ഡിറൈവ് ചെയ്ത് ചൈനയിൽ നിന്നാണെങ്കിൽ കൂടിയും ഇത് ശരിക്കും ഗ്ലോബലി ഏറ്റവും കൂടുതൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ശരിക്കും ഫെങ്ഷയാണ്. അപ്പോൾ ആ വേർഡ് ഞാനൊന്ന് കറക്റ്റ് ചെയ്ത് തരാം. ഇത് പ്രൊനൗൺസിയേഷൻ പറയുമ്പോൾ ശരിക്കും രണ്ട് വേർഡ്സ് വരണേ. ഫെങ് ആൻഡ് ഷൂയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വാക്കുകളാണ്. അതിൽ ഫെങ് എന്ന് പറഞ്ഞ വിൻഡ്, കാറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഷൂയി എന്ന് പറഞ്ഞാൽ വാട്ടർ, അതായത് ജലം. അപ്പോൾ അത് റെസ്പെക്റ്റീവ്ലി അത് സൂചിപ്പിക്കുന്നത് അവസരങ്ങളെയും ധനത്തിനെയാണ്. പിന്നെ ബാലൻസിങ് എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നുണ്ട്. ശരിക്കും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ വാസ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ വരുന്ന ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഗിവൺ സ്പേസിനെ ഇടിച്ച് പൊളിച്ച് കണക്കുകൾക്ക് അനുസൃതമായി പണിതെടുക്കുന്ന ഒരു രീതി എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അത് വർക്ക് ചെയ്യുന്നത് ആ ഒരു ഗിവൺ സ്പേസിലുള്ള എനർജീനെ പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ബാലൻസ് എന്നുള്ള വേർഡിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളിതിന് വരിക കുറേ സംസാരിക്കും ബാലൻസിങ് എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് എന്താ വെച്ചാൽ നമുക്ക് ഇടിച്ച് പൊളിക്കലുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ, ഡെമോളിഷിങ് അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻസ് ഇല്ലാതെ തന്നെ ആ ഗിവൺ സ്പേസിലെ എനർജീനെ വ്യത്യസ്തമായിട്ടുള്ള എലമെന്റ്സുകൾ വെച്ചിട്ട് പ്രോപ്പർലി ബാലൻസ് ചെയ്തിട്ട് നമ്മളുടെ മനുഷ്യന്റെ എനർജിയുമായിട്ട് കോറിലേറ്റ് ചെയ്യുന്ന രീതിയാണ് ശരിക്കും ഫെങ്ഷ എന്ന് പറയുന്നത്. അത് വളരെ വളരെ സിമ്പിളാണ്. അത് ആർക്ക് വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം, എവിടെ വേണമെങ്കിലും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാമെന്നുള്ളതാണ്. കാരണം ഇത് കോംപ്ലിക്കേഷൻസ് ഇല്ല. നമ്മളൊരു ഓൾറെഡി ഒരു കൺസ്ട്രക്റ്റഡ് സ്പേസ് ആണെങ്കിൽ നമുക്ക് പിന്നെ അവിടെ അത് പൊളിച്ച് കളയാനോ കൂട്ടിച്ചേർക്കാനോ ഒന്നും വേണ്ടി വരുന്നില്ല. നമുക്കുള്ള എലമെന്റ്സ് വെച്ചിട്ട് 5 എലമെന്റ്സ് ഉള്ള പ്രിൻസിപ്പിളാണ് ശരിക്കും ഫെങ്ഷയിൽ വർക്ക് ചെയ്യുന്നത്. 5 പഞ്ചഭൂതങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വാട്ടർ ഒരു എലമെന്റ് ആയിട്ട് വരുന്നുണ്ട്, വുഡ് ഒരു എലമെന്റ് ആയിട്ട് വരുന്നുണ്ട്, ഫയർ ഒരു എലമെന്റ് ആയിട്ട് വരുന്നുണ്ട്, എർത്ത് ഒരു എലമെന്റ് ആയിട്ട് വരുന്നുണ്ട്, മെറ്റൽ ഒരു എലമെന്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതിന്റെ തന്നെ 2 വിഭാഗങ്ങളുണ്ട്. അല്ലാതെ യാങ് ആൻഡ് ഇൻ എനർജി എന്നുള്ളത്, ഇൻ ആൻഡ് യാങ് എനർജി എന്നുള്ളത് ശരിക്കും ഒരു ഏൻഷ്യൻ നമ്മുടെ ടാവോയിസത്തിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. അപ്പൊ അതെന്താ വെച്ചാൽ ബേസിക്കലി നമ്മുടെ ഒരു മസ്കുലൻ എനർജി ആൻഡ് ഫെമിനൻ എനർജി, 2 എനർജി ഉണ്ടല്ലോ. അപ്പൊ ഇതിന് നമ്മൾ ഡ്യുവാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിനെ പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യുക. കാരണം എവിടെയാണെങ്കിലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒരു വ്യക്തിയിലാണെങ്കിൽ കൂടിയും 2 എനർജി ഉണ്ട്. അത് പ്രോപ്പർലി ബാലൻസ്ഡ് അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, അവിടെ അൺകംഫർട്ടായി. ശരിയല്ലേ? ഇപ്പൊ നമ്മളൊരു ഒരു ആണാണെങ്കിൽ കൂടി, ഒരു ജെൻഡർ ആണെങ്കിൽ കൂടിയും ഒരു പരിധിയിലപ്പുറം അയാളുടെ ഒരു മസ്കുലൻ എനർജി ഡോമിനേറ്റഡ് ആണെങ്കിൽ നമുക്കത് ശരിക്കും അൺകംഫർട്ട് ഉണ്ടാവും. ശരിയല്ലേ? ആ ഒരു നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഒരു ഫീമെയിൽ എനർജി ഉണ്ട്. അതിനെ പ്രോപ്പർലി ബാലൻസ്ഡ് ആവുമ്പോൾ ഇറ്റ് ഇസ് ഗുഡ്. അപ്പൊ അതിപ്പോ ഈ സ്പേസ് ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഇവിടെ നമുക്കൊരു ചൂട് ഒരു പരിധിയിൽ അപ്പുറമായി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. തീരെ ഇല്ലാണ്ടായാലും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആ ഒരു എനർജീനെ പ്രോപ്പർലി ബാലൻസ് ചെയ്ത് നമ്മളുടെ മാനിഫെസ്റ്റേഷനുകൾക്ക് അനുസൃതമാകുന്ന രീതിയിൽ നമ്മൾ എനർജറ്റിക്കലി കണക്റ്റഡ് ആക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഫെങ്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാസ്തുശാസ്ത്രം എടുക്കുമ്പോൾ
ഉദാഹരണം പറയാം, എല്ലാവരും വാസ്തുശാസ്ത്രത്തെ കണക്ട് ചെയ്യുമ്പോൾ ആദ്യം പറയുന്നത് കന്നിമൂലയെ പറ്റിയാണ്. സ്വാഭാവികമായിട്ടും ഞാനത് നിശാന്ത് സോപ്പിൽ സാറുമായിട്ട് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ചോദിച്ചു. അദ്ദേഹം ഈ ഫെങ്ഷുയി ആകട്ടെ വാസ്തുശാസ്ത്രത്തിലെല്ലാം അഗാധമായ പാണ്ഡിത്യം നേടിയിട്ടുള്ള ആളാണ്. വാസ്തുശാസ്ത്രത്തിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു കെട്ടിടം അതെന്തോ ആയിക്കൊള്ളട്ടെ, അതൊരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയോ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി എന്ത് തന്നെ ആയാലും അതിന്റെ മുഴുവൻ എനർജികളെയും ബാലൻസ് ചെയ്യപ്പെടുന്ന ഇടം എന്ന തരത്തിലാണ് വാസ്തുശാസ്ത്രത്തിൽ ഈ പറയപ്പെടുന്ന കന്നിമൂലയുടെ ഒരു ഇമ്പോർട്ടൻസ് കിടക്കുന്നത്. അത് ദിക്കുകളും ഭൂമിയുടെ ഭ്രമണപഥങ്ങളും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് കിടക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ ഈ കന്നിമൂല എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്തായാലും ഫെങ്ഷുയിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പ്രത്യേകിച്ച് അത് വിദേശ രാജ്യത്തു നിന്ന് വന്നതായതുകൊണ്ട്. അപ്പോൾ ഇത് തമ്മിൽ പറയുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു കൂട്ടർ ഇങ്ങനെ പറയുന്നു, മറ്റൊരു കൂട്ടർ പറയുന്നു കുഞ്ഞു കുഞ്ഞു പ്രോപ്പർട്ടീസ്, ഇപ്പോൾ ലക്കി ബാമ്പു അല്ലെങ്കിൽ ലാഫിംഗ് ബുദ്ധ അതല്ലെങ്കിൽ കോപ്പർ കമ്പികൾ ഇവയൊക്കെ വെച്ച് ഇതിനെ ബാലൻസ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സംശയമുണ്ട്. ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെയാണ് ദൂരീകരിക്കാം ആ ഒരു കോൺഫ്ലിക്റ്റുകൾ അല്ലേ? ഓക്കെ, രോഹിത്, അതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കന്നിമൂല എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മുടെ ഇല്ലായില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത് ശരിക്കും 9 സെക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ ആ ഒരു ഗിവൺ സ്പേസിനെ നമ്മൾ 9 ഭാഗങ്ങളായിട്ട് തിരിക്കും. അതായത് നമുക്ക് 4 കാർഡിനൽ ഡയറക്ഷൻസ് ഉണ്ടല്ലോ, അതായത് ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, നോർത്ത്. അതുപോലെ തന്നെ 4 സബ് കാർഡിനൽ ഡയറക്ഷൻസ്, ഉപദിശകൾ എന്ന് പറയാം നമുക്ക്. അപ്പോൾ അതെന്താണ്? തെക്ക്, കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്, വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത്. പ്ലസ് നമ്മുടെ സെൻട്രൽ പോർഷൻ. നമ്മൾ ഈ ഒരു ഭാഗത്തിനെ 9 ഈക്വൽ ആയിട്ട് തിരിച്ചതിൽ 9 കട്ടകൾ കിട്ടി നമ്മൾ സെക്ടേഴ്സ് എന്ന് പറയാം ശരിക്കും. ഫംഗ്ഷൻ ആ ഒരു ടേം കൂടുതലായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ടർ ഏതാണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും സൗത്ത് വെസ്റ്റ് സെക്ടർ തന്നെയാണ്. സൈഗൻ വിയർ കമ്മ്യൂണിറ്റി കന്നിമൂല ദേവ്. കാരണം നമ്മുടെ നാട്ടിൽ നമ്മൾ പറയുന്ന ഈ കന്നിമൂല എന്ന് പറയുന്നത് ഏതാണ്? സൗത്ത് വെസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ ഇത് റിലേഷൻഷിപ്പിന്റെ സെക്ടേഴ്സ് ആണ്. രോഹിത്, ഞാനൊരു 10-12 വർഷമായി ഒരു കൺസൾട്ടേഷൻ നല്ല ഭംഗിയായിട്ട് ചെയ്തു തുടങ്ങിയിട്ട് ഒരുപാട് ആളുകളുടെ ലൈഫിലേക്ക് എനിക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈവൻ ഫംഗ്ഷൻ കൺസൾട്ടേഷനൊക്കെ തുടങ്ങുകയാണെങ്കിൽ കൂടിയും ആലോചിക്കുന്നത്, അല്ലെങ്കിൽ അന്ന് നമ്മുടെ ചിന്ത വരുന്നത്, ഇത് പൈസ ഉണ്ടാക്കാനാണ് ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം. ആളുകളുടെ ഏറ്റവും വലിയ പ്രോബ്ലം മണി റിലേറ്റഡ് ആണെന്നുള്ള ധാരണയുണ്ട്. കാരണം നമ്മൾ കണ്ടിരിക്കുന്ന ഫെങ്ഷുയി പ്രോഡക്ട്സ് എല്ലാം തന്നെ മണി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് അല്ലേ? മറ്റേ കുബേരനുണ്ട്, കുബേരന്റെ വയറ് തടവിയ കുറെ പൈസ കിട്ടും. അതുപോലെ കോയിൻസ് ഉണ്ട്, കോയിൻസ് വെച്ച കാശ് കിട്ടും. മണി റിലേറ്റഡ് പ്രോഡക്ട്സ് ആണ് നമ്മൾ എന്നും ഫെങ്ഷുയിൽ കണ്ടിട്ടുള്ളത്. അപ്പൊ ഞാനും വിചാരിച്ചിരുന്ന ആളുകളുടെയൊക്കെ മെയിൻ പ്രശ്നം മണി തന്നെയാണെന്നുള്ളതാണ്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ദ റിയാലിറ്റി, ശരിക്കും പറഞ്ഞൊരു 99% ആളുകൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് റിലേഷൻഷിപ്പാണ്. ഒരു മനുഷ്യൻ നിസ്സഹായനായി പോകുന്നതും അവൻ്റെ ലൈഫിൽ പാനിക്കായിട്ട് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന അവൻ്റെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വരുന്നിടത്താണ്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൗത്ത് വെസ്റ്റ് സെക്ടറിന് ഇമ്പോർട്ടൻസ് വന്നു. പക്ഷെ അവിടെ നമ്മുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞൊരു ടേം തന്നെ സൗത്ത് വെസ്റ്റിലെ ടോയ്ലറ്റാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ലേ? കന്നിമൂലയിലെ ടോയ്ലറ്റ്, നമ്മളതിനെ ട്രോളന്മാരുടെ രീതിയിൽ പറഞ്ഞാൽ കന്നിമൂലയിലെ കക്കൂസ് എന്ന് പറയുന്നത് പച്ചയ്ക്ക് പറഞ്ഞാൽ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്താ വെച്ചാൽ അവിടുത്തെ എലമെന്റിനെ ന്യൂട്രലൈസ് ചെയ്യുക വഴി അവിടെ കൊടുക്കേണ്ട എനർജി, ഇപ്പോൾ സപ്പോസ് ഞാൻ അതൊരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ സൗത്ത് വെസ്റ്റിലെ എനർജി പറയുന്നത് എർത്തേൺ എനർജിയാണ്. അപ്പോൾ നമ്മൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് എഗെയിൻസ്റ്റ് എനർജി, ഈ എനർജികൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഉണ്ട്. അതായത് ഒന്നിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും, ഒന്നിനെ ഇല്ലാണ്ടാക്കുകയും ചെയ്യും, എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ടോയ്ലറ്റിലേക്ക് വരുമ്പോൾ ആ എനർജീനെ ഒന്ന് എലിമിനേറ്റ് ചെയ്യുക വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഒരു വലിയൊരു പ്രശ്നത്തിന് അല്ലെങ്കിൽ ഒരു അഫ്ലിക്ഷനെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ കുറച്ചും കൂടെ ഫെങ്ഷുയിക്ക് സ്വീകാര്യത വരികയാണ്. കാരണം ഈസിലി നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? ബാലൻസ് ചെയ്യിക്കാൻ. സിമ്പിൾ ആയിട്ട് ചോദിക്കട്ടെ, ഒരു ബാത്റൂം കന്നിമൂലയിൽ വന്നു, വാസ്തുശാസ്ത്ര പ്രകാരമാണെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കാൻ പറയും, മാറ്റി പണിയണം, നമ്മൾ പൊളിക്കണം, പുതിയത് പണിയണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ നാട്ടില് കൂട്ടുകാരുടെയൊക്കെ വീട്ടിലൊക്കെ വലിയ പണികളൊക്കെ നടക്കുമ്പോൾ വലിയ പുത്തൻ വീടൊക്കെ ആയിരിക്കും, മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുമ്പോൾ നമ്മൾ തമാശക്കേട് വാസ്തുശാസ്ത്രക്കാരൻ വന്നിട്ട് പോയല്ലയോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഫെങ്ഷുയിലേക്ക് വരികയാണെങ്കിൽ എന്താണ് അതിന് നമ്മൾ റെമഡി ആയിട്ട് പറഞ്ഞു കൊടുക്കുക? അത് ഞാനിപ്പോൾ പറഞ്ഞു തന്നെ. കാരണം വെച്ചാൽ ഇപ്പോൾ അവിടുത്തെ എനർജി എന്നുള്ളത് എർത്ത് എനർജി ആയതുകൊണ്ട് അതിനൊരു ഓപ്പോസിറ്റ് എനർജി ആയിട്ട് നമ്മൾ എടുക്കുന്നത് വുഡ് എനർജിയാണ്. അപ്പോൾ നമുക്ക് ആ ടോയ്ലറ്റിനകത്ത് നല്ലൊരു പ്ലാന്റ് കൊടുക്കുക വഴി നമുക്ക് അതിന്റെ എനർജി ഒന്ന് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റും. പ്ലസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഉള്ള സൗത്ത് വെസ്റ്റ്, അതായത് നമ്മുടെ ലിവിംഗ് റൂമിന്റെ സൗത്ത് വെസ്റ്റ്, അതുപോലെ ബെഡ്റൂമിന്റെ സൗത്ത് വെസ്റ്റ് നല്ലപോലെ എൻഹാൻസ് ചെയ്യിക്കാൻ വേണം. അതായത് അവിടെ നമ്മൾ അതിന്റെ റിയൽ എനർജി കൊടുക്കും, അതായത് നമ്മൾ എർത്തേൺ എനർജി ആയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ വലിയ മൺകുടങ്ങളോ അതല്ലെങ്കിൽ ക്രിസ്റ്റലിന്റെ രൂപങ്ങൾ, ക്രിസ്റ്റൽ പിരമിഡുകൾ വെക്കാം, ക്രിസ്റ്റൽ ബോളുകൾ വെക്കാം, അല്ലെങ്കിൽ ക്രിസ്റ്റൽ കൊണ്ടുള്ള കൂടുതൽ ഡെക്കറേഷൻസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ആ സൗത്ത് വെസ്റ്റ് എനർജീനെ അവിടെ നല്ലപോലെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് വേറെ പ്രസക്തി എന്താണെന്ന് പറയുക രോഹിത്. കാരണം ഞാനിപ്പോൾ അത് ആലോചിക്കായിരുന്നു. ഞാനിവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു സ്ഥലത്ത് ഒരു കൺസൾട്ടേഷൻ പോയപ്പോൾ അവരൊരു ഓർഡിനറി ഫാമിലിയാണ്, ഒരു ബിലോ ആവറേജ് ഫാമിലി തന്നെ പറയാൻ പറ്റും. പുള്ളി ചെറിയൊരു പെയിന്റ് വർക്കറൊക്കെയാണ്. അപ്പോൾ ഇവരുടെ വീട്ടിൽ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത് ടോയ്ലറ്റ് മാത്രമാണ്. ബിക്കോസ് ആൾ കല്യാണം കഴിക്കുന്നതിന് മുന്നായിട്ട് ചെറിയ വീടാണ്, വീട്ടിനകത്ത് ടോയ്ലറ്റ് ഇല്ല. പക്ഷെ ഇവൻ പണിത് വന്നപ്പോൾ വന്നിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. ടോയ്ലറ്റ് നല്ല ഭംഗിയായിട്ട് ചെയ്ത, വിവാഹത്തിന് മുന്നേ ചെയ്തതാണ്.
കഷ്ടകാലത്തിന് അതിനുശേഷം വന്ന ഒരു വാസ്തുക്കാരൻ, ഞാൻ അതിനെ കുറ്റമായിട്ട് പറയല്ല. അപ്പൊ ആള് പറഞ്ഞു ഇത് ഇവിടുന്ന് പൊളിക്കുന്നത്, ഇവര് ഭയങ്കര നിസ്സായരായി പോയി ആക്ച്വലി. കാരണം നല്ലൊരു പൈസ മുടക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്, വീടുമ്പോൾ മറ്റൊന്നും ചെയ്തിട്ടില്ല. കാരണം ഈ കല്യാണം കഴിഞ്ഞ് വരുന്ന പെൺകുട്ടിയുടെ ഏറ്റവും വലിയ റിക്വയർമെന്റ് എന്നുള്ളത് നല്ലൊരു ടോയ്ലറ്റ് ആയിരിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ അവർ അതിനകത്ത് പ്രാധാന്യം കൊടുത്ത് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഞാൻ ചെന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു എന്താ നിങ്ങളുടെ വിഷയങ്ങളൊക്കെ സംസാരിച്ച് ഞാൻ പറഞ്ഞു, അല്ല സാർ ഈ ടോയ്ലറ്റ് വന്ന പിന്നെയാണ് ഞങ്ങളുടെ പ്രശ്നം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളിപ്പോ എന്ത് ചെയ്യണം, ഞങ്ങൾ ടോയ്ലറ്റ് ഉപയോഗിക്കണില്ല. അവരിപ്പോൾ ആ ടോയ്ലറ്റ് ഉപയോഗിക്കാതെ തൊട്ടപ്പുറത്ത് ഒരു ഷെഡ് പോലെ ചെയ്തിട്ട് അതാണ് അവർ ടോയ്ലറ്റായിട്ട് ഉപയോഗിക്കണം. ഞാൻ ചെന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ പ്രത്യേകിച്ചൊന്നും മാറ്റം സംഭവിച്ചില്ല എന്ന് പറഞ്ഞു. ഞാനൊരു ഒന്നിനെ കുറ്റമായിട്ട് പറയില്ല, ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, നിങ്ങളിത് യൂസ് ചെയ്യും. നമ്മൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് എനർജി ബാലൻസ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ പ്രാക്ടിക്കലാണ് ഫംഗ്ഷൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇതൊരു അക്സെപ്റ്റൻസ് എത്രമാത്രം ഉണ്ട്? അക്സെപ്റ്റൻസ് നല്ല രീതിയിൽ ആക്ച്വലി. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പം ഞാനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു 13-14 ഇയേഴ്സ് ബാക്ക് ഫംഗ്ഷൻ എന്താണെന്ന് ആളുകൾക്ക് അറിയില്ല. എന്താ അറിയാ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരം ലോഫിംഗ് ബുദ്ധയാണെന്ന്. ഞാൻ രാവിലെ അങ്ങോട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ആ 2 വാക്ക് എനിക്കറിയാം, ലക്കി ബാമ്പു. എക്സാക്ട്ലി. കാരണം വെച്ചാൽ നമ്മളെ തന്നെ ഇപ്പോഴും പലരും വിളിക്കുന്നത് എന്താ അറിയോ, ആ സാർ എൻ്റെ വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ട്, ഞാൻ ഇതിനെ എവിടെ വെക്കണ്ടേ. അപ്പൊ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. അവർ പറയണത് ശരിക്കും ലക്കി ഇതിനെയാണ്, നമ്മുടെ ലോഫിംഗ് ബുദ്ധനെയാണ്. ഇപ്പൊ ലോഫിംഗ് ബുദ്ധ അല്ല ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫംഗ്ഷയുടെ ഒരു ഭാഗമായിട്ടുള്ള സിംബോളിക് ഫംഗ്ഷയിൽ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ടൂള് മാത്രമാണ് ലോഫിംഗ് ബുദ്ധ. ഇത്തരത്തിൽ എനർജി ബാലൻസിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളുകൾ വേറെ എന്തൊക്കെയാണ്, ഞങ്ങളുടെ അറിവില്ലാത്ത എന്തൊക്കെയാണ് ടൂളുകൾ ഉള്ളത്? ഒരുപാട് ടൂൾസ് ഉണ്ട്. നമുക്ക് മോർ ദാൻ 1000+ ടൂൾസ് ഉണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ സിംബോളിക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഈ സിംബൽസിന് ഭയങ്കര പ്രാധാന്യമുണ്ട് രോഹിത്. നമ്മളിപ്പോൾ ഒരു ഗിവൺ സ്പേസിൽ ഇപ്പൊ ഞാൻ ഇരിക്കുന്നതിന്റെ തൊട്ട് പുറയിലായിട്ട് ഒരു നല്ലൊരു മെഡിറ്റേഷൻ ബുദ്ധയുടെ ഒരു ഇമേജ് വന്നിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ആളുകളുടെ എനർജി എന്നാ മാറിയിട്ടുണ്ടായിരിക്കും. മെഡിറ്റേഷൻ ബുദ്ധ ഇല്ലെങ്കിൽ ഒരു ബുദ്ധന്റെ ഹാഫ് പീസ് അവിടെ ഉണ്ട് അല്ലെ. അതിന് പകരം നമ്മളവിടെ വച്ചേക്കുന്നത് ഇങ്ങനെ ചീറിക്കൊണ്ട് നിൽക്കുന്ന ഒരു ഫിറോഷ്യസ് ആയിട്ട് ഒരു അനിമലിന്റെ ഇമേജ് ആണെങ്കിലോ ഒരു കുറുക്കനുണ്ടല്ലോ, കുറുക്കനോ ഫോക്സോ സംതിങ്. ഇത് എവിടെ ശരിക്കും ഇംപ്ലിമെന്റ് ചെയ്യുന്ന സ്ഥലം എവിടെ അറിയാം? ഞാനത് ഒരു ദിവസം ഇങ്ങനെ ഒബ്സർവ് ചെയ്തു. നമ്മുടെ ഈ ഇപ്പൊ വളരെ ഭംഗിയായിട്ട് പോകുന്നൊരു ഷോ ഉണ്ട്, എന്താണ് നമ്മുടെ ബിഗ് ബോസ് ഷോ എന്നൊരു ഷോ ഉണ്ട്. ഈ ഷോയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവര് ഒരു സർട്ടൺ ടൈം കഴിയുമ്പോൾ ഇവർ ഇന്റീരിയർ ചേഞ്ച് ചെയ്യും. കാരണം അവരുടെ കോണ്ടന്റ് എന്താ, ഇവര് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്. ഓക്കെ, ഇവര് കുറെ കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് വാള് പരിചയം, തോക്ക്, പീരങ്കി, ഇത് എൻറ്റയർലി ഇത് മാത്രം വെച്ച് ഇവർക്ക് ഡെക്കറേറ്റ് ചെയ്യും. ഇവരുടെ കൺഫെഷൻ റൂം എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു യുദ്ധസന്നാഹത്തിനുള്ള റെഡി ആയിട്ടുള്ള കാര്യമാണ്. അത് ബേസിക്കലി അവിടെ ഇരിക്കണ എനർജിനെ മാനിപ്പുലേറ്റ് ചെയ്യണം. ഇത് അറിയാം, ഒരു പണി അറിയാവുന്ന അതിനകത്ത് ഉണ്ട് തന്നെ ചുരുക്കം. അപ്പൊ ഇതെന്താ ബേസിക്കലി ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ ഒരു എൻറ്റയർ എനർജീനെ അവർ മാനിപ്പുലേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഫംഗ്ഷനിൽ പറയാറുണ്ട്, നിങ്ങൾ ഈ തരത്തിലുള്ള സിമ്പിൾസ് വീട്ടിൽ പാടില്ല. നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന സാധനങ്ങൾ വാളും പരിചയം വെക്കും, തോക്ക് കൊണ്ടുവയ്ക്കും. നമ്മുടെ വീട്ടിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അങ്ങനത്തെ എനർജി അല്ലല്ലോ, യുദ്ധസമാനമായ എനർജി അല്ലല്ലോ, കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള എനർജിയാണ്. അപ്പൊ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സിമ്പിൾസ് നമുക്ക് ഫംഗ്ഷനിൽ വരുന്നുണ്ട്. അപ്പൊ അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ലോഫിംഗ് ബുദ്ധ വരുന്നുണ്ട്, വുലു വരുന്നുണ്ട്, നമുക്ക് റൂയി വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ചൈനയിൽ നിന്ന് ഡിറൈവ് ആയതുകൊണ്ട് ഇതിനെ സിംബലൈസ് ചെയ്യുന്ന പലതും ചൈനയുടെ സംസ്കാരവുമായിട്ട് കണക്റ്റഡ് ആണെന്ന് മാത്രം. ഇത് അവിടെ തന്നെ അവിടെ നിർബന്ധമില്ല. പിന്നെ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു സ്റ്റാച്ചു ഇല്ല, നമ്മുടെ ഇങ്ങനെ വിളിക്കണ പൂച്ച. ഓക്കെ, അത് ശരിക്കും മനേക്കി നേക്കു എന്ന് പറയുന്ന ഒരു പൂച്ചയാണ്. അത് ബേസിക്കലി ചൈനീസ് അല്ല, അത് ജാപ്പനീസ് ആണ്. അപ്പൊ നമുക്ക് അതൊന്നും എടുക്കാം. ഇപ്പൊ ഇന്ത്യയിലെ നമ്മളിപ്പോ നമ്മുടെ നാട്ടിലുള്ള എന്തെങ്കിലും ഒന്ന് നമുക്ക് കാണാണ്, പോസിറ്റീവ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് കാണുകയാണെങ്കിൽ അതും നമുക്ക് ഫംഗ്ഷയുടെ ഭാഗമായിട്ട് വയ്ക്കാം.